നമസ്കാരം. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് നിലവിലെ 142 അടിയിൽ നിന്നും 152 അടിയായി ഉയർത്താൻ ശ്രമിക്കുന്ന തമിഴ്നാട് ബജറ്റ് പ്രഖ്യാപനത്തിനെതിരെ കടുത്ത വിമർശനവുമായി നടൻ സന്തോഷ് പണ്ഡിറ്റ് രംഗത്ത്. വിജയ് മുഖ്യമന്ത്രിയായ തമിഴ്നാട് സർക്കാരിന്റെ ഈ പ്രഖ്യാപനം കേരളത്തിന് വലിയൊരു റെഡ് അലർട്ട് ആണെന്ന് സന്തോഷ് പണ്ഡിറ്റ് ഓർമ്മിപ്പിച്ചു. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന ഇത്തരം ഗുരുതരമായ വിഷയങ്ങളിൽ കേരളത്തിലെ സാംസ്കാരിക നായകന്മാരും സിനിമാ താരങ്ങളും പുലർത്തുന്ന മൗനത്തെ അദ്ദേഹം രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു. തമിഴ്നാട് ബജറ്റിലെ പ്രഖ്യാപനം കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകളെ നേരിട്ട് ബാധിക്കുന്ന കാര്യമാണെന്ന് സന്തോഷ് പണ്ഡിറ്റ് ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കേരളത്തിലെ സിനിമാ സെലിബ്രിറ്റികളോ സാംസ്കാരിക നായകന്മാരോ തയ്യാറാകുന്നില്ല. ഡൽഹിയിലോ വിദേശത്തോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം ശബ്ദമുയർത്തുന്നവർ സ്വന്തം നാടിന്റെ സുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നത്തിൽ കണ്ണടയ്ക്കുകയാണെന്നും ചിലർക്ക് അഭിപ്രായം പറയാൻ പണമോ രാഷ്ട്രീയ ലാഭമോ സ്വന്തം സിനിമയുടെ റിലീസോ ആവശ്യമാണെന്ന അവസ്ഥയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. നൂറ്റാണ്ടിലധികം പഴക്കമുള്ള സുർക്കി കല്ല് മിശ്രിതം കൊണ്ട് നിർമ്മിച്ച മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്തുന്നത് വലിയ ബലക്ഷയത്തിന് കാരണമാകുമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കൂടുതൽ വെള്ളം സംഭരിക്കുന്നത് അണക്കെട്ടിൽ മേലുള്ള മർദ്ദം വർദ്ധിപ്പിക്കുകയും ചോർച്ചയും വിള്ളലുകളും കൂട്ടുകയും ചെയ്യും. ഭൂകമ്പ സാധ്യതയുള്ള മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഡാമിൽ കൂടുതൽ വെള്ളം നിർത്തുന്നത് വലിയ ദുരന്തങ്ങളിലേക്ക് വഴി തുറക്കുമെന്നും കേരളത്തിൽ ജനങ്ങളുടെ ജീവന് വില കൽപ്പിക്കുന്നവർ ആരുമില്ലാത്ത അവസ്ഥയാണെന്നും അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു. അണക്കെട്ടിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഇടുക്കി, എറണാകുളം, കോട്ടയം, ആലപ്പുഴ ഉൾപ്പെടെയുള്ള ജില്ലകളെ ആകെ അത് വിഴുങ്ങുമെന്നും ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ അപകടത്തിലാകുമെന്നും സന്തോഷ് പണ്ഡിറ്റ് മുന്നറിയിപ്പ് നൽകുന്നു. ഇത് സിനിമയല്ലെന്നും ദുരന്തമുണ്ടായാൽ രക്ഷിക്കാൻ ഒരു ഹീറോയും പറന്നെത്തില്ലെന്നും ചൂണ്ടിക്കാണിച്ച അദ്ദേഹം മലയാളി ജനത മുൻകൂട്ടി ലൈഫ് ജാക്കറ്റുകൾ വാങ്ങിവെക്കുന്നത് നന്നായിരിക്കുമെന്നും പരിഹസിച്ചു. സ്വന്തം സുരക്ഷയ്ക്കായി സിനിമാക്കാരെ കൊണ്ട് പ്രതികരിപ്പിക്കാൻ ആരാധകർ തന്നെ മുൻകൈയെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കർണാടകയുമായുള്ള കാവേരി നദീജല തർക്കം രൂക്ഷമായ പശ്ചാത്തലത്തിലാണ് തമിഴ്നാട് മുല്ലപ്പെരിയാർ വിഷയത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കർണാടകയിൽ നിന്ന് അർഹമായ വെള്ളം ചോദിച്ചു വാങ്ങാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് തമിഴ്നാട് കേരളത്തെ ലക്ഷ്യമിടുന്നത്. ചോദിക്കാനും പറയാനും ആളില്ലാത്ത അവസ്ഥയാണ് കേരളത്തിലുള്ളതെന്നും നാളെ ഡാം തകർന്നാൽ റീച്ച് കൂട്ടാൻ റീൽസ് എടുക്കുന്ന യൂട്യൂബർമാരെ മാത്രമേ ഇവിടെ കാണാൻ സാധിക്കൂ എന്നും വളരെ നിരാശയോടെ സന്തോഷ് പണ്ഡിറ്റ് കൂട്ടിച്ചേർത്തു. എന്തായാലും വിജയ് സർക്കാർ ഇത്തരത്തിൽ ബജറ്റിൽ പറഞ്ഞിരിക്കുന്നത് 152 അടി ഉയരത്തിലേക്ക് ജലനിരപ്പ് ഉയർത്തുമെന്നാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിന് വലിയ രീതിയിലുള്ള ഒരു ആശങ്കയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. കൂടുതൽ വെള്ളം സംഭരിക്കുന്നത് ഡാമിൽ ചോർച്ച ഉണ്ടാകുന്നതിന് കാരണമാകും. ഇതിൽ സിനിമാക്കാർ ആരും തന്നെ പ്രതികരിക്കാത്തതിലും വലിയ രീതിയിലുള്ള വിമർശനം ഉയരുന്നുണ്ട്.